കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് കൊച്ചി സ്വദേശി അരുൺ തഥാഗത് സൈക്കിൾ ലോകം ചുറ്റാൻ തുടങ്ങിയത്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 60-ലധികം രാജ്യങ്ങൾ പിന്നിട്ട സഞ്ചാരം അരുൺ തുടരുകയാണ്. എറണാകുളം കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്കായ അരുൺ അവധിയെടുത്ത് വായ്പയും തരപ്പെടുത്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഇറങ്ങിത്തിരിച്ചത്. No planning is my planning actually. ഏറ്റവും മിനിമം വസ്ത്രങ്ങളുമായിട്ട് ഏറ്റവും മിനിമം ഇതുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ്. പ്രാരാബ്ദങ്ങളെ കുറിച്ച് ആലോചിച്ചൊന്നും നിൽക്കാതെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുന്ന മലയാളികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് അരുണിന്റെ തന്നെയാണ്. ഇപ്പോൾ അരുൺ എവിടെയാണ്, എന്താണ് അവസ്ഥ? കംഫർട്ട് സോൺ എന്ന് കരുതുന്ന ആ വൃത്തത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതാണ് ഏറ്റവും ശരിയായിട്ട്. നമുക്ക് ആ ഒരു ഐസ് ബ്രേക്കിംഗ് മാത്രമേ ആവശ്യമുള്ളൂ. തുടങ്ങി കിട്ടാനാ പാട്, പിന്നെ നിർത്താനാ പാട്. നെക്സ്റ്റ് ടു അൽബാനിയ, മക്കഡോണിയ. ഹായ് അരുൺ. ഹായ്, നമസ്കാരം. പിന്നെ 1.5 വർഷമായി കണ്ടിട്ട്. ഇപ്പൊ എവിടെയാ ഉള്ളേ? ഇപ്പൊ ഞാൻ ബഹ്റൈനിലാണ്. ബഹ്റൈൻ മനാമയിലെത്തി. മടക്കം എപ്പോഴാണെന്ന് ചോദിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനുള്ള ഇതുവരെയുള്ളൊരു സഞ്ചാരത്തിന്റെ ഒരു അനുഭവം എന്താ? ജീവിതം സുന്ദരമാണ്, ജീവിതം ലളിതമാണ്. ഈ കാണുന്ന ഇതുപോലെ പാക്കറ്റ് കണ്ടോ, 4 സഞ്ചികള് ഇത്രയും മതി ജീവിക്കാനായിട്ട്. എന്റെ വീട് എല്ലാം ഇതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് ഇറങ്ങുമ്പോ അതിലേക്ക് ട്രാക്കിലേക്ക് കയറാൻ കുറച്ച് സമയം, 1 മാസത്തിലായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും യൂറോപ്യൻസ് ആണ് മുഴുവനായിട്ട് വന്നേക്കണത്. വന്നിട്ട് ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ വിത്ത് യു, അല്ലെങ്കിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഭക്ഷണം തരിക. ഞാൻ മദ്യപിക്കില്ല, പക്ഷെ ബിയറിന്റെ ഓഫറുകൾ ഒരു രക്ഷയില്ല. ആദ്യം എനിക്ക് ഭയങ്കര അവിശ്വസനീയതയായിരുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഇതിലെ ലോക സഞ്ചാരമാണ്. I go India with my bike. Oh, you welcome. You are welcome. It's rice biryani. Yeah, great. അവരുടെ ചോദ്യം തന്നെ ആർ യു റിച്ച്, മില്യണയർ എന്നൊക്കെയാണ്. അവരുടെ ചിന്ത ഇതൊക്കെ വേണമെന്നാണ്. ഇപ്പൊ പോളണ്ടിലേക്ക് ചെല്ലുമ്പോൾ പോളണ്ടിലെ മുനിസിപ്പാലിറ്റി എനിക്ക് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം സ്വീകരണം വലിയ സ്റ്റേജൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് ഒരു വേറെ രാജ്യത്തു നിന്ന് ഭാഷ അറിയാത്ത ലോകത്ത് അതൊക്കെ ഒരു വലിയ ഭാഗ്യങ്ങളാണ്. എന്റെ മോനെ, ഞാൻ ഈ ലോകത്തല്ല. ഐ എം ഓവർ ദ മൂൺ. അറിയില്ല ഇനി എന്ത് സംഭവിക്കുന്നുള്ളത്. ലോൺ എടുത്താൽ ലോണുകളൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ട് കിട്ടില്ല. ഞാൻ എന്റെ ചേട്ടനെ കൊണ്ട് ലോൺ എടുപ്പിച്ചു, അതും തീർന്നു. പക്ഷെ സ്പോൺസർമാരെ കിട്ടുമായിരിക്കാം, ഇല്ലെങ്കിൽ 6 മാസം ഓടുമെന്ന് കരുതിയില്ല. എത്തിയതിന്റെ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ആൽക്കമിസ്റ്റ് പറയുന്ന പോലെ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നമുക്കൊപ്പം. പാരീസൊക്കെ മോഷണത്തിന്റെ കേന്ദ്രമാണ്. യൂറോപ്പെല്ലാം പോക്കറ്റ് അടിയുന്നത്. അവിടെയാണ് തെരുവുകളിൽ കിടന്നുറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഫോറിനേഴ്സിനോടൊക്കെ വന്നിട്ട് പറയും, അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ് പലപ്പോഴും പല വീഡിയോകളൊക്കെ നമ്മളെ പറ്റി മോശമായിട്ടാണല്ലോ പ്രചരിക്കുന്നത്. അത് കാണുമ്പോൾ ഞാൻ അവരോട് പറയും കേരളം ഒന്ന് എടുത്ത് നോക്കാൻ പറയും. അപ്പൊ അവര് വന്നിട്ട് പറയണ ഇത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുക. കേരളത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് അതായത് സ്വകാര്യം മറ്റവനെ ബഹുമാനിക്കലും പരസ്പരം ബഹുമാനിക്കലും പഠിച്ചു കഴിഞ്ഞാൽ കേരളം തന്നെയാണ് ഏറ്റവും. ഇവിടെ കൊണ്ടുപോയ സൈക്കിൾ ഇത്രയധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് എങ്ങനെയുണ്ട്? ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇതിനേക്കാൾ മികച്ച ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് കിട്ടാനില്ല. ഒരു പരാതികളും ഇല്ലാതെ വല്ലപ്പോഴും കൊടുക്കുന്ന ഒരല്പം കാറ്റ് മാത്രം ഭക്ഷണമായിട്ട് എന്ന് പറയാതെ ഇതിന്റെ ക്വാളിറ്റി ഉള്ളവരെ ഇമ്പോർട്ട് ചെയ്ത ഇന്ത്യയാണ്. അത് ഒരു വ്യത്യാസമാണ്. കാരണം ഇത് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇനി വരുമ്പോ കാണാം. എന്തായാലും 6 മാസം തികക്കില്ല എന്ന് കരുതി പോയ ഒരാളാണ്. ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒട്ടും മടിച്ചു നിൽക്കരുത്. മുന്നോട്ട് പോവുക. നമുക്ക് മുന്നിൽ വഴികൾ തുറന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അരുണിന്റെ ജീവിതം അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. നിഖിൽ ജോസഫിനും ശരത് അമ്പാട്ടുകാവിനുമൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.